ഹലോ ഗൈസ്, ഞാനിപ്പോൾ വരാൻ കാരണം വേറെ ഒന്നുമില്ല. ഷിരൂരിൽ നടന്ന പ്രശ്നങ്ങൾ എല്ലാവരും ന്യൂസുകളിൽ കണ്ടതാവാം. എന്നാലും എൻ്റെ മനസ്സിൽ തോന്നുന്നതാണ് ഞാൻ പറയുന്നത്. അവിടുത്തെ ഭരണകൂടം കാണിക്കുന്നത് മഹാപോകൃത്തനമാണ്. ഇന്ന് 7 ദിവസം പിന്നിട്ട് 8ാം ദിവസത്തിൻ്റെ തുടക്കമായി. അവിടെ എന്തുകൊണ്ട് ഇന്ന് ഇന്ത്യൻ മിലിറ്ററിയെ അയച്ചിട്ട് തിരികെ അതേപടി മിലിറ്ററി പോകാൻ നിൽക്കുന്നു, ഇല്ലെങ്കിൽ പോയി എന്ന് വയ്ക്കുക. ഇനി അടുത്ത് വരാൻ പോകുന്നത് നാവികസേനയായിരിക്കും. കരസേനയുടെ ഊഴം കഴിഞ്ഞല്ലോ എന്ന് കരുതി പോയില്ലേ? നിങ്ങൾക്ക് ഇത്തിരി മനസ്സലിവുണ്ടോ? നിങ്ങളും ഈ മിലിറ്ററിയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും കുടുംബക്കാരാണിത് വന്നിരുന്നുവെങ്കിൽ നിങ്ങൾ അങ്ങ് ആരെങ്കിലും അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥൻ്റെ ഒരു വാക്ക് കേട്ട ഉടനെ കളഞ്ഞിട്ട് പോകാൻ നിങ്ങൾക്കും തോന്നിയല്ലോ. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ മേളയിൽ നിന്ന് തലപ്പത്തിരുന്ന് ഉത്തരവിടുന്ന അവനെയാണ് പറയാൻ. ബഹുമാനിക്കാൻ പോലും തോന്നുന്നില്ല നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാരുടെ കപട നീക്കങ്ങളെപ്പറ്റി. എന്ന് ഇന്ത്യ നന്നാവും? അതുമാത്രമല്ല, മനുഷ്യർക്കും ഇപ്പം എല്ലാ മനുഷ്യരും മൃഗങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. 2024 കലിയുഗം തുടങ്ങിയപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത വച്ച് പുലർത്തുന്നു. മറ്റവൻ നമ്മുടെ ശത്രുവാണ്. എന്തോ ആയിക്കോട്ടെ, ശത്രു ആണെങ്കിൽ പോലും ഇത്തിരി മനസാക്ഷി എന്ന് പറയുന്നത് ഓരോ ശത്രുക്കൾക്കായാലും മിത്രങ്ങൾക്കായാലും ഇല്ലേ എന്നാണ് ഞാൻ ഒന്ന് ആലോചിച്ച് പോകുന്നത്. സത്യം, നമ്മുടെ കേരളത്തിലാണ് സംഭവിച്ചതെങ്കിൽ പോലീസുകാർക്ക് നടന്നില്ല എങ്കിൽ പോലീസുകാരുടെ അടുത്ത് മാറുന്നില്ലെന്ന് പറഞ്ഞിട്ട് എതിർത്തുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ ആൾക്കാർ നട്ടലുള്ളവന്മാർ നിവർന്നു നിന്ന് നാട്ടുകാർ പൊരുതിയിട്ട് യുദ്ധം ചെയ്തിട്ടെങ്കിൽ എന്ന് കരുതിയായാലും നമ്മൾ എതിർത്ത് നമ്മളും അവിടെ ഒരു പങ്കാളിയായി നിന്ന് ആ ഒരു 3 ജീവനെ രക്ഷിക്കാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ നിൽക്കുന്ന അവിടുത്തെ ഇല്ലെങ്കിൽ കേരളത്തിലെ മലയാളികൾക്ക് പോലും അവിടെ യാതൊരു വിലയും കൊടുക്കാതെ ആട്ടി ഓട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മണ്ണിടിയും സൂക്ഷിച്ച് ഒരു ജീവനെ രക്ഷിക്കാൻ കഴിയുമാണെങ്കിൽ രക്ഷിക്കണം. അതിൽ നമ്മളെ ജീവൻ മോഹിച്ചിരുന്നിട്ട് കാര്യമില്ല അധികാരികളെ. മനസ്സിലായില്ലേ? നമുക്കും അവിടെ നമ്മൾ ലൈവായിട്ട് വല്ലതും സംഭവിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജീവൻ രക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരുക്കങ്ങളും അവിടെ എത്തിക്കുകയാണ് വേണ്ടത്. അത് സഹായിക്കാൻ വരുന്നവരെ തന്നെ ആട്ടി ഓട്ടിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ മേളിലിരിക്കുന്നത് ഈ ഉത്തരവിടുന്നവന്മാരെ സത്യം പറഞ്ഞ കീഴേ തട്ടിൽ പാവപ്പെട്ടവന്മാരുടെ ഇടയിൽ ഇത്തിരി പണമുള്ളവൻ്റെ കൂടെ നിൽക്കാതെ പാവപ്പെട്ടവന്മാരുടെ ഇടയിൽ നിന്ന് അവരുടെ സങ്കടവും വിഷമവും തീർത്തു കൊടുക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ എല്ലാ മനുഷ്യരുടെയും മനസ്സിലും ഉത്തുപൂരലിവ് കാണുമായിരുന്നു. അവരെയും നിങ്ങളാണ് ദുഷ്ടരാക്കുന്നത്, നിങ്ങളാണ് ഓരോ ക്രിമിനലിനെ വാർത്തെടുക്കുന്നതെന്ന് പക്ക പറയാൻ വേണ്ടി എനിക്ക് കഴിയും. ഞാൻ നിങ്ങളെ കുറ്റം പറയണല്ല, ഉള്ള കാര്യം സത്യമായ കാര്യം ഞാൻ വിളിച്ച് പറയുന്നതാണ്. പാവപ്പെട്ടവൻ്റെ കുടുംബക്കാർ കരയുന്ന ഒരു കണ്ണുനീരിൻ്റെ ഒരു തുള്ളി, ആ തുള്ളി നിങ്ങളിൽ വന്ന് പതിച്ചാൽ നിങ്ങൾ നാശമായി പോകും. 3 കുടുംബം കണ്ണീരിൽ ആണ്ട് നിൽക്കുന്നതാണ് ഈ സമയം. അവരുടെയൊക്കെ തുണയായിട്ട് കുറച്ച് പേര് അവിടുത്തെ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ അവിടുത്തെ വേണ്ടപ്പെട്ട അധികാരികളോ ചെന്ന് ചിലപ്പോൾ ആശ്വസിപ്പിക്കും. ഇന്നത്തെ ഒരു ദിവസം, നാളെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കില്ല, ഇത് പിന്നെയും ചാങ്കടകട ഷടകടകട, ഇതിനൊരു മാറ്റം എന്നുണ്ടാവും. അവൻ്റെ കുടുംബം അല്ലെങ്കിൽ മറ്റൊരാളുടെ കുടുംബം അത് നമ്മുടെയും കുടുംബമാണ് എന്ന് കരുതി നിൽക്കുക. പ്ലീസ്, ഒരു അപേക്ഷയാണ് മേലിരിക്കുന്ന അധികാരികളടുത്ത്, അവിടുത്തെ ആ ഒരു ഭരണകൂടത്തിൻ്റെ അടുത്ത്. നിങ്ങളെ മാത്രം മാറ്റി നിർത്താൻ പറ്റില്ല. നിങ്ങളും അവിടുത്തെ ഭരണകൂടവും ഈ ഒരു കാര്യത്തിന് വെറും ഒരു മുടിയുടെ കനത്തിനുള്ള പ്രവൃത്തികൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതൊക്കെ മാറണം. അവിടെ എന്തുകൊണ്ട് രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിക്കൂടാ? അവർക്ക് ആവശ്യമില്ല. അവർ ഏതോ ഒരു സംസ്ഥാനത്തിൽ അല്ലെങ്കിൽ അപ്പുറത്തെ ഇപ്പുറത്തെ എവിടെയെങ്കിലും കിടക്കണ ഇവിടെ വന്ന് കയറി അവരുടെ രാജ്യത്തിൽ മറ്റേ തോക്കും പീരങ്കിയും കൊണ്ടുവന്ന് യുദ്ധം ചെയ്യാൻ വന്നതുപോലെ വെറും ഒരു ശത്രുവിനെ കാണുന്നത് പോലെ, ഇല്ലെങ്കിൽ നമ്മുടെ അസുരന്മാരെ കാണും പോലെയാണല്ലോ ഈ ഒരു 3 മനുഷ്യ ജീവനെയും കാണുന്നതെന്നാണ് വേറൊരു കാര്യം.
നമ്മൾ എന്ത് പറഞ്ഞിട്ട് നമ്മളിവിടെ കിടന്ന വീഡിയോയിൽ പൊട്ടിത്തെറിച്ചിട്ടൊന്നും കാര്യമില്ല. അവിടുത്തെ ഒരുത്തന് ഒരു ചൂടോ ഇല്ലെങ്കിൽ ഒരു തരി അവരിരിക്കുന്ന ഇല്ലെങ്കിൽ അവർ കാലൂന്നുന്ന മണ്ണിൻ്റെ ഒരു ഇളക്കം പോലും അവിടെ സൃഷ്ടിക്കാൻ പോകണില്ല. അവർക്ക് വെറും ഇതൊരു തുപ്പലിനേക്കാൾ അപ്പുറമുള്ള വിലയായിരിക്കും ഓരോ വീഡിയോകളിലും നമ്മൾ ഓരോരുത്തരും കിടന്ന് പറയുമ്പോൾ. സത്യം വിഷമം തോന്നുന്നു പറയാതിരിക്കാൻ. എങ്ങനെ നിങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ഒന്ന് അവിടെ നിന്ന് ആ സീറ്റിൽ നിന്ന് ഇറങ്ങി മാറി തന്ന നല്ല ചുണയുള്ള ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പയ്യന്മാരോ ഇല്ലെങ്കിൽ ഇത്തിരി എന്താണ് ഇത്തിരി സ്നേഹവും മനസ്സലിവും ഉള്ള ഏതെങ്കിലും ആൾക്കാരൊക്കെ കയറി അതൊക്കെ ഒന്ന് നന്നാവുമായിരുന്നു സ്ഥലങ്ങൾ. ഈ മേലധികാരം അവിടെ ഇരുന്ന് അവർക്ക് എന്ത് വേണോ പോക്കൃത്തനങ്ങൾ കാട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ പോക്കും വരവും. സത്യം ഈ ഒരു പ്രവൃത്തി. ശരി, ഞാനിനി വീഡിയോ നെറ്റില്ല. ടാറ്റ, ബൈ ബൈ.